അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ദാ എത്തിപ്പോയി. അപ്പൊ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഒറ്റ കാര്യം, നിങ്ങൾ മത്സരിക്കുന്നത് ഡിഗ്രി ലെവൽ സ്റ്റുഡൻസുമായിട്ടാണ്. ഡിഗ്രി ലെവലിൽ സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസുമായിട്ടാണ്. ഇവിടുത്തെ സിലബസ് നോക്കിയേ, അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഡിഗ്രി ലെവലിലുള്ള സിലബസ് തന്നെയാണ്. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ സിലബസിലാണ് നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ കേരള ഭരണ സംവിധാനങ്ങളൊക്കെ വരുന്നത്. പ്രിലിംസിലും ചില ഏരിയാസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആക്ട്സ് പല സ്ഥലത്തും വരുന്നുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് ഈ എക്സാമിനെ കാണേണ്ടത്. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല. ബിക്കോസ് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും ഈ എക്സാം പാസ്സാവാനുള്ള കുറച്ച് വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് ഈ ഒരു സീരിയസ്നെസ്സോട് കൂടി ആ ഒരു വഴികളിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായി സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വിജയത്തിലേക്ക് ധാരാളം വഴികളുണ്ട്. അതിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ നടന്നു കയറിയ ഒരു വഴിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്, എന്നാലും നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തി നോക്കുക. ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു വഴി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങളുടെ സ്റ്റഡീസിൽ ഉൾപ്പെടുത്താം. ഞങ്ങളുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അഫോർഡബിൾ ബാച്ചസിലും ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഒരു ഡിസ്ക്ലോഷർ ആണ്. ഈ ഒരു മാർഗത്തിൽ കൂടെ സഞ്ചരിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചിലേക്ക് വരാം. ഫീസ് മാത്രമാണ് കുറവുള്ളത്. ഇത്രയും ചെറിയ ഫീസ് ആണെന്ന് കരുതി ഒരിക്കലും കോഴ്സിനെ നിങ്ങൾ വിലയിരുത്തരുത്. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ തന്നെയായിരിക്കും തരിക. ഞങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ്സിന് പൈസ മുടക്കേണ്ടാത്തത് കൊണ്ട് തന്നെ കോഴ്സ് ഫീസ് ഞങ്ങൾ മാക്സിമം കുറച്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഡെമോ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കി ക്വാളിറ്റി നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നോട്ട്സും ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കാം. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡെയിലി രാവിലെ ചാനലിൽ ഫ്രീ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലുള്ള റാങ്ക് മേക്കിംഗ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഡിഗ്രി നിലവാരത്തിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം. അതിന് നമുക്ക് ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും ചെയ്യണം. ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. കറക്കി കുത്താൻ പഠിക്കണം. അതാണ് KK. അതിനോടൊപ്പം ആഴത്തിലിറങ്ങിയുള്ള പഠനം വേണം. AP. നമ്മുടെ ഫിലോസഫി തന്നെ ആഴത്തിൽ പഠിക്കുക. അതിനോടൊപ്പം അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ UPSC അല്ലെങ്കിൽ സിവിൽ സർവീസസ് പരീക്ഷയിൽ ഉപയോഗിക്കുന്ന എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം ജസ്റ്റ് നോക്കിയേ. കഴിഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ കാറ്റഗറി നമ്പർ 583/2021 ചോദിച്ചൊരു ചോദ്യമാണ്. ഈ പഴയ പരീക്ഷയിലെ ചോദ്യ പേപ്പറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. കുറെ ചോദ്യങ്ങൾ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം നന്നായിട്ട് കൂടും. ഈ ഒരു ചോദ്യം നോക്കിയേ. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. അതിനകത്ത് 4 ഘട്ടം കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആദ്യം ഏതാണ് അവസാനം നോക്കണം. പൊതുവെ ഇതങ്ങനെ ആരും പഠിക്കുന്ന ഒരു ടോപ്പിക് അല്ല. പക്ഷേ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ? നമ്മൾ എന്തെങ്കിലും സമർപ്പിച്ചതിന് ശേഷം മാത്രമേ പിൻവലിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും സമർപ്പിക്കണം. അപ്പൊ എന്താണെങ്കിൽ പോലും അതിനുശേഷം മാത്രമേ നമുക്ക് പിൻവലിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാത്രമല്ലേ ഇത് പിൻവലിക്കാൻ പറ്റൂ? സമർപ്പിക്കാത്തൊരു സാധനം പിൻവലിക്കാൻ പറ്റൂ? ആലോചിച്ച് നോക്കുക. അപ്പൊ എന്തായാലും 4 കഴിഞ്ഞിട്ട് മാത്രമേ 2 വരുള്ളൂ അല്ലെ? 4 കഴിഞ്ഞിട്ട് മാത്രമേ 2 വരത്തുള്ളൂ. അങ്ങനെ അല്ലാത്ത ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്തേ. ഇവിടെ കണ്ടോ 4ന് മുമ്പ് 2 വരുന്നു. ഇവിടെ 4 കഴിഞ്ഞിട്ടാണ് 2 വരുന്നത്. ഇവിടെ 4 കഴിഞ്ഞിട്ടാണ് 2 വരുന്നത്. ഇവിടെ 4ന് മുമ്പ് 2 വരുന്നു. ഒരു ഉത്തരം ഒന്നുകിൽ B അല്ലെങ്കിൽ C വരും. അതൊരു മാജിക് മനസ്സിലായോ? നിങ്ങൾ വെറും കോമൺ സെൻസ് ഉപയോഗിച്ച് 50-50ലേക്ക് എത്തി. ഇനി ഒന്നും കൂടെ നിങ്ങളൊന്ന് കോമൺ സെൻസ് യൂസ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ചിട്ടില്ലെന്ന് തന്നെ വെക്കുക, എന്നാലൊന്ന് കോമൺ സെൻസ് യൂസ് ചെയ്ത് നോക്കിയേ. ഇപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് മുമ്പ് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതിന് വിജ്ഞാപനം ഇറങ്ങിയിട്ടല്ലേ നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ആയിരിക്കുമല്ലോ ഈ സമർപ്പിക്കൽ പ്രക്രിയയ്ക്ക് മുമ്പ് നടക്കേണ്ടത്. ഇവിടെ നാമനിർദ്ദേശക പത്രിക ഇക്വലന്റ് ആണ് നിങ്ങൾ പരീക്ഷയ്ക്ക് സമർപ്പിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെ? PSC സൈറ്റിൽ കയറി സമർപ്പിക്കുന്ന ആപ്ലിക്കേഷൻ. അപ്പം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടേ നമുക്ക് ഇതിനകത്ത് ഏതാണെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഉത്തരം എന്ത് വരും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3 അല്ലേ ആദ്യമേ വരേണ്ടത്? അപ്പൊ ഉത്തരം B ആണ്. B. അപ്പോ ഈ പറഞ്ഞതുപോലെ
വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു, പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. സമർപ്പിച്ച ഒരു സാധനത്തിനെ മാത്രമേ നമുക്ക് സൂക്ഷ്മ പരിശോധന നടത്താൻ പറ്റത്തുള്ളൂ. അതോ പിൻവലിച്ചു കഴിഞ്ഞ ഒരു സാധനത്തിന് സൂക്ഷ്മ പരിശോധന നടത്താൻ പറ്റുമോ? നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു, അത് നിങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷ്മ പരിശോധന നടത്താൻ പറ്റുമോ? സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലല്ലേ ഇത് പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാം. ഇതൊന്നും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് അല്ല. അപ്പം പരമ്പരാഗതമായിട്ടുള്ള PSC അല്ലെങ്കിൽ പഴയ പാറ്റേണിൽ PSC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇത് സ്കിപ്പ് ചെയ്യും. പക്ഷെ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരത്തിലേക്ക് എത്തും. ഇതാണ് ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഇവൻ LGS പോലും പല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഇതൊക്കെ വിത്ത് പ്രൂഫ് ആണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇപ്പോഴും ഈ കറക്കിക്കുത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രാകൃതമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ ഇപ്പോഴും ഇത് കണ്ണടച്ചുള്ള കറക്കിക്കുത്താന്നാണ് പറയുന്നത്. ഇതൊരു ബൗദ്ധികമായ കറക്കിക്കുത്താന്നുള്ളത് തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെ? ബൗദ്ധികമായി ചിന്തിക്കുന്ന ഒരു ബ്യൂറോക്രസിയാണ് PSCക്ക് വേണ്ടത്, അല്ലെ? തിങ്കിങ് ബ്യൂറോക്രസി, പുതിയ കോൺസെപ്റ്റ് ആണത്. ചിന്തിക്കാൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് PSCക്ക് വേണ്ടത്. ചിന്തിക്കാൻ കഴിവുള്ള സ്വയം ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. അവിടെ ഞാൻ ഇതൊക്കെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കും. അപ്പൊ ഇതൊക്കെ പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ബാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല. കാര്യം അവിടെ നമ്മൾ വളരെ ആഴത്തിലുള്ള ക്ലാസ്സുകൾ മുക്കം മൂലം കവർ ചെയ്യുന്ന ക്ലാസ്സുകളാണ് തരിക. അപ്പോൾ ഒബ്വിയസ്ലി സാധാരണ ക്ലാസ്സുകളായിട്ട് കുറച്ച് ഡ്യൂറേഷൻ കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് വരുന്ന ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും. ഇത്ര എലിമിനേഷൻ ടെക്നിക്സിന്റെ പരിശീലനം കാണും, മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ക്ലാസ്സിലെ ഡ്യൂറേഷൻ തന്നെ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇത് നോക്കണം. നമുക്ക് മൗലിക അവകാശങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് വരാൻ സാധ്യത. ഡിഗ്രി ലെവലിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നത് ലക്ഷ്മികാന്ത് എന്ന പുസ്തകം വെച്ചിട്ടാണ്. അതേ പുസ്തകം വെച്ചിട്ട് തന്നെയാണ് 10th +2 ഇപ്പൊ ഫോഴ്സ് ബാച്ചസിൽ എല്ലാത്തിനും ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സബ്ജക്ട് പഠിപ്പിക്കുന്നത്. ഇതിലും എന്റെ സ്പെഷ്യൽ ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചോദ്യം കണ്ടോ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയെന്ന് കണ്ടെത്തുക. അപ്പം കറക്കിക്കുത്താൻ മാത്രം പോയാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇവിടെ സ്വതന്ത്രമായ ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം. അപ്പൊ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇതിനകത്ത് വരില്ലെന്ന് ആലോചിക്കും. വരത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് പഠിക്കണം, ആഴത്തിലറിയാൻ പഠിക്കണം. ആഴത്തിലറിയാൻ പഠിക്കുന്ന ഒരാൾക്ക് ഇത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, അല്ലെ? ഇന്ത്യൻ ഭരണ മൗലിക അവകാശങ്ങൾ മതസ്വാതന്ത്ര്യത്തിനുള്ള റിലീജിയസ് റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്, റൈറ്റ് ടു റിലീജിയനും ഉണ്ട്. മതത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട്. രണ്ട് ഡിഫറെന്റ് കോൺസെപ്റ്റുകളാണ്. അപ്പൊ കറക്കി കുത്താൻ മാത്രം പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നിങ്ങൾക്ക് ഈ ചോദ്യം തെറ്റും. അതാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ടുള്ള പുസ്തകങ്ങൾ വെച്ച് ഓരോ വിഷയവും ആഴത്തിൽ ഇറങ്ങി തന്നെ പഠിക്കണം. പഴയ പോലെ മുൻകാല വർഷ ചോദ്യങ്ങൾ മാത്രം പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്ന കാലം കഴിഞ്ഞു. ഇവിടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ സീരിയസ്നെസ് തന്നെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ ഉത്തരം എന്ത് വരും അറിയോ? യെസ്, ഇതൊക്കെ റൈറ്റ് ഇക്വാളിറ്റി ആണ്, ഇത് പദമാണ്. യെസ്, 3ഉം 4ഉം മാത്രമാണ് ഒരു ഉത്തരവായിട്ട് വരിക. 3ഉം 4ഉം മാത്രമാണ് ഇതിന്റെ സോറി 2ഉം 3ഉം മാത്രമാണ് ഇതിൽ ഉത്തരവായിട്ട് വരിക. 2ഉം 3ഉം. അപ്പൊ ഇതിന്റെ ഉത്തരം A ആണ്. A. അത് പഠിക്കാതെ കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ കറക്കി കുത്താനും പഠിക്കണം. അതിനോടൊപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു 2-3 മാസം മതി നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നല്ല ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഇതൊന്നും വലിയ വലിയ സംഭവങ്ങളല്ല. ഇതൊക്കെ നമ്മൾ അന്യഗ്രഹ ജീവികളുമായിട്ടല്ല മത്സരിക്കുന്നത്, നമ്മളെ പോലുള്ള മനുഷ്യന്മാരുമായിട്ട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. ആ ചിന്തയിലൂടെ നിങ്ങൾ പഠിക്കാനായിട്ട്. ഇതാണ് മറ്റൊരു ചോദ്യം. ഭൗമഘടനയിൽ മോഹോവിച്ഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇത് സിവിൽ സർവീസ് നിലവാരത്തിലുള്ള ചോദ്യമാണ്. 4 പ്രസ്താവനകൾ. അത് ഒന്നാം തരം ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. പക്ഷെ ചോദിച്ചതോ കഴിഞ്ഞ SSLC യോഗ്യത വെച്ചിട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയിലാണ് ഈ ചോദ്യം ചോദിച്ചത്. ഇത് കറപ്പിക്കുന്നില്ല, ഇത് കറക്റ്റ് ആക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പറ്റുക. ഇപ്പം മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം മതി PSCയിൽ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ. 1 വർഷം മതി. PSCയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഡിലേ നിങ്ങൾ വിട്ടുകളയുക. എന്തായാലും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് PSCയിൽ ജോലി കിട്ടും. ഒരുപക്ഷെ നിയമനം കുറച്ച് ലേറ്റ് ആയാലും ജോലി കിട്ടും. എന്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ജീവിതങ്ങളുടെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. നിർഭാഗ്യവശാൽ ചില ആൾക്കാർക്ക് ഒരുപക്ഷെ ഔട്ടായിരിക്കാം. പക്ഷെ എന്നാലും ആത്മാർത്ഥമായ PSCക്ക് വേണ്ടി കുറച്ച് കാലഘട്ടം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി, സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് ജോലി അവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഭൗമഘടനയിൽ മോഹോവിച്ഛിന്നതയെ സംബന്ധിച്ച് ഇവിടെ നൽകിയിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതിന്റെ ഉത്തരം പഠിച്ചെങ്കിൽ മാത്രം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെ? ഭൂമിയുടെ പുറംപാളിയായ ഭൂവൽക്കത്തെ മാന്റിൽ നിന്ന് വേർതിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ മോഹോവിച്ഛിന്നതയിൽ നിന്നും 2900 കിലോമീറ്റർ, വളരെ പ്രിസൈസ് ആയിട്ട് ഇത് ശരിയാണ്. ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ശിലാമണ്ഡലം തൊട്ട് താഴെ അർത്ഥ ഇത് ഏസ്തനോസ്ഫിയറിനെ കുറിച്ചുള്ളതാണ്. ഇത് തെറ്റാണ്. ശിലാദ്രവ്യത്തിന് ഇത് തെറ്റാണ്. യെസ്. അപ്പൊ ഇതിന് ഉത്തരം എന്ന് വെച്ചാൽ എ ആണ്. ഇത് പഠിക്കാതെ കിട്ടത്തില്ല. അപ്പം കറക്കി കുത്തുന്നതിനോടൊപ്പം പഠിച്ചെടുത്തോണം. ചിലപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യം വരും. അതിന്റെ ഉദാഹരണമാണ് ഈ ചോദ്യം. കറക്കി കുത്തലും പിന്നെ നമ്മളൊരു നോളജ് രണ്ടും ആവശ്യം വരും. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത്, ഇത് കഴിഞ്ഞ പരീക്ഷയിലെ ചോദ്യമാണ്. തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു തെർമോമീറ്റർ ഉച്ചയ്ക്ക് 2 മണിക്ക് ഊഷ്മാവ് 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അപ്പൊ ഇതേ തെർമോമീറ്ററിനെ 165 മീറ്റർ ഉയരത്തിലേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും ടെമ്പറേച്ചർ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. വിഷയം മാറിപ്പോയി. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കത്തില്ല. അപ്പൊ ഡി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ 24 ആണോ 23 ആണോ 22 ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇത്രയും സെന്റിമീറ്റർ പോകുമ്പോഴത്തേക്ക് 1 ഡിഗ്രി സെൽഷ്യസിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഇത്രയും മീറ്റർ പോകുമ്പോൾ 1 ഡിഗ്രി സെൽഷ്യസിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഉത്തരം സി ആണ്. ഇത് പഠിക്കാതെ കിട്ടത്തില്ല. പക്ഷെ ഒരെണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. ചിലപ്പം ചില ചോദ്യങ്ങളുണ്ട്, അപൂർവമായിട്ട് ചില ചോദ്യങ്ങളുണ്ട്, അത് നമ്മുടെ ലോജിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ പി എസ് ഇടുന്നതാണ്. നമുക്ക് GK, നമ്മുടെ ജനറൽ നോളജ് ആയിട്ട് ചിലപ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. കാര്യം നമ്മൾ പഠിക്കാത്തൊരു ടോപ്പിക് ആയിരിക്കും, ഇതുവരെ പി എസ് സി ചോദിക്കാത്തൊരു ചോദ്യമായിരിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം ചോദ്യം സ്കിപ്പ് ചെയ്യുക. ഓക്കെ. അതിനോടൊപ്പം നിങ്ങൾ പഠനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട വളരെ രസകരമായ ഒരു തന്ത്രമാണ് അനലറ്റിക്കൽ സ്റ്റഡി, വിശകലനാത്മകമായിട്ട് പഠിക്കുന്ന പരിപാടി. ഇപ്പൊ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാപ്പാഠം പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വർഷങ്ങളോളം ഞാൻ പി എസ് സിക്ക് ട്രൈ ചെയ്തിരുന്നില്ല. കാര്യം ഒരു റാങ്ക് ഫയൽ കുത്തിരുന്ന് കാണാതെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അപ്പോഴാണ് എന്തോ ഭാഗ്യത്തിന് പി എസ് സി പാറ്റേൺ മാറ്റുന്നു. 2019 തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകളും, അന്ന് KS ഒക്കെ എഴുതാൻ പോയപ്പോഴത്തേക്കും എല്ലാവരും പഴയ പാറ്റേൺ പഠിച്ചിട്ട് പോയി. പക്ഷെ പുതിയ പാറ്റേൺ പഠിച്ച ആൾക്കാരൊക്കെ അവരോട് അത് പ്രിലിംസ് പാസ് ചെയ്യാറുണ്ട് അല്ലെ, പിന്നീട് മെയിൻസ് പാസ്സാവുന്നു. പാറ്റേൺ മാറിയപ്പോഴാണ് കാണാതെ പഠിക്കേണ്ടതല്ല, പണ്ടത്തെ അത്ര പഠിക്കണ്ട. ഇപ്പൊ നമ്മൾ വിശകലനാത്മകമായി കോണ്ടെക്സ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ മതി. അത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലാണത്. ഞാനിപ്പോ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ആ കോൺസെപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഉദാഹരണത്തിന് 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് സ്ത്രീ പുരുഷ അനുപാതം അല്ലെ, സ്ത്രീക്കും പുരുഷനും ഇടയിലുള്ള അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ക്രമപ്പെടുത്തുക എന്നാണ് പറയുന്നത്. ഇതിന്റെ അനാലിസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ അനുപാതം. അപ്പൊ നോർത്ത് ഇന്ത്യയിലെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും നാക്കിനടിയിൽ അരമണി ഇട്ട് അതിനെ കൊല്ലും. കാര്യം നോർത്ത് ഇന്ത്യയിൽ പെൺകുട്ടികളെ അവർ കാണുന്നത്, ഇത് ജനറൽ കേസ് അല്ല, പല സ്ഥലത്തുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത്. നോർത്ത് ഇന്ത്യയിൽ പെൺകുട്ടികളെ ശാപമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഇൻഫാന്റിസൈഡ് എന്ന് പറയും. പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഇൻഫാന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അതിനെ കൊല്ലും. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെ അനുപാതം കുറയും. പക്ഷെ സൗത്ത് ഇന്ത്യയിലോ കേരളത്തിലും തമിഴ്നാട്ടിലും പുതുച്ചേരി, ഈ സൗത്ത് ഇന്ത്യയുടെ കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. 100% പെർഫെക്റ്റ് ആണെന്നും അല്ല പറയുന്നത്. നമ്മുടെ ഭാഗത്തും പല മിസ്റ്റേക്സും ഉണ്ട്. നോർത്ത് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ എന്താണ് കാണുന്നത്? സ്ത്രീകളുടെ ആയുർദൈർഘ്യം കൂടുതലാണ്. ഇവിടെ സ്ത്രീ പുരുഷ അനുപാതം വളരെ ബെറ്റർ ആണ്. നോർത്ത് ഇന്ത്യക്കാളും വളരെ വളരെ ബെറ്റർ ആണ്. പഞ്ചാബ് ഹരിയാനയിലേക്ക് പോയി ഇവിടെ പെണ്ണ് കിട്ടാനില്ല. ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണ് കിട്ടാനില്ല. കാര്യം അവിടെ അനുപാതം വളരെ കുറവാണ്. പക്ഷേ സൗതേൺ സ്റ്റേറ്റ്സിൽ ഇതല്ല അവസ്ഥ. ഇവിടെ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലാണ്. ഇതാണ് ഇതിന്റെ അനാലിസിസ്. അത് മാത്രം വെച്ച് ഇതിന്റെ ഉത്തരം നോക്കിയേ. ഈ കൂടുതൽ നോർത്തേൺ സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഛത്തീസ്ഗഡ് ഒരു ഗെറ്റ് അവസരം വരും. അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. അപ്പൊ ഇതൊക്കെ കാണാതെ പഠിച്ചു. ഓരോ സ്റ്റേറ്റിലെയും സെക്സ് റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം കാണാതെ പഠിച്ച് പോയിട്ടല്ല ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് ഉണ്ടോ എന്നാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അനാലിസിന്റെ എക്സെപ്ഷൻ ഉണ്ട്. കാര്യം ട്രൈബൽ പോക്കറ്റുകളിൽ അവർ എന്തുണ്ട്, ഫീമെയിൽ സെക്സ് റേഷ്യോ കുറച്ച് കൂടുതൽ. അവിടെ നമ്മൾ അത്രയത്തെ ആഴത്തിലേക്ക് ഇറങ്ങി പോകണ്ട. എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ട്രൈബൽ കൾച്ചറോടെ കുറെ കൂടെ എന്താ പറയാ, മറ്റ് മെയിൻ സ്ട്രീം കൾച്ചറിനെക്കാളും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന കൾച്ചർ ആയതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ ഫീമെയിൽ ഹെൽത്ത് ഇൻഡിസസും ഇതൊക്കെ വളരെ കൂടുതൽ, വളരെ വളരെ ബെറ്റർ ആണ്. മെയിൻ സ്ട്രീമിനെങ്കിലും വളരെ വളരെ ബെറ്റർ ആണ്. അത്രയും പഠിക്കണ്ട. എന്നാലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് പഠിച്ചു വയ്ക്കണം. കഥകളിൽ കൂടെ അല്ലെങ്കിൽ ഇത്തരം കോണ്ടെക്സ്റ്റിൽ കൂടെ പഠിക്കുക. വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ക്ലിയർ കട്ടായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ കട്ടായിട്ട് പഠിക്കണം. ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെ. താഴെ പറയുന്നവൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. സാമ്പത്തിക വളർച്ച വേണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉണ്ട്. നമ്മളൊരു 5 year പ്ലാന്റെ ബേസിക് ലക്ഷ്യങ്ങൾ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് ആണ്.
എക്കണോമിക് ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ ആധുനികവൽക്കരിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് ശരിയായല്ലേ പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തേർഡ് തെറ്റാൻ പറ്റൂ? നമുക്ക് ആർക്കാണെങ്കിലും എക്കണോമിക് ഗ്രോത്ത് വേണമെങ്കിൽ ഏത് രാജ്യത്തിനാണെങ്കിലും ഏത് ഇൻഡസ്ട്രിക്കാണെങ്കിലും അല്ലെങ്കിൽ ഏത് വ്യവസായത്തിനാണെങ്കിലും ആധുനികവൽക്കരിച്ച് 1 ഉണ്ടെങ്കിൽ 3 എന്തായാലും ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന രണ്ട് ഓപ്ഷൻ ഇതുമാണ് അല്ലെ. അപ്പൊ അടുത്ത ചോദ്യം, കഴിഞ്ഞത് എല്ലാം വരുന്ന ഓപ്ഷൻ ഇല്ല. അപ്പൊ അടുത്ത ചോദ്യം 4 ആണോ അല്ലെങ്കിൽ 2 ആണോ വരേണ്ടതെന്നുള്ളതാണ്. 4 ആണോ 2 ആണോ വരേണ്ടതെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മൾ ആധുനികവൽക്കരിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ടും നടക്കും. കയറ്റുമതിയും കൂടും, സ്വാശ്രയത്വം കൂടും. എന്നാലും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് രണ്ടും ശരിയാണ്. എന്നാലും തമ്മിൽ ഭേദം തൊമ്മൽ ഏതാ? നമ്മൾക്ക് സാമ്പത്തിക വളർച്ച വേണം, അല്ലെങ്കിൽ നമ്മൾ മോഡേണൈസ്ഡ് ആയി കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് സ്വാശ്രയത്വം ആണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കയറ്റുമതിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു? കുറച്ച് അത് വേറൊരു ലോജിക്കാണ്, നമുക്ക് തൽക്കാലം അങ്ങോട്ടേക്ക് പോകണ്ട. നിങ്ങൾക്ക് ഒബ്വിയസ്ലി സ്വാശ്രയത്വം അല്ലേ? 5 ഇയർ പ്ലാൻ ഇടുമ്പോഴത്തേക്ക് നമുക്ക് സ്വന്തം കാലം നിൽക്കാനല്ലോ ശ്രമിക്കുക. ഇതൊക്കെ അതിന് ശേഷമുള്ള സ്റ്റെപ്പ് അല്ലേ ഇത്? ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. നമ്മുടെ 5th and 6th 5ാമത്തെ 6ാമത്തെ 5 ഇയർ പ്ലാനകത്തൊക്കെ ഇമ്പോർട്ടൻറ്റ് സബ്സ്റ്റിറ്റ്യൂഷനും എക്സ്പോർട്ട് പ്രൊമോഷനും ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞത് തമ്മിൽ ഭേദപ്പെട്ട ഉത്തരം എന്താണ്, അതാണ്. എയും ശരിയാണ്, സിയും ശരിയാണ് ചില രീതി നോക്കുമ്പോൾ. ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് അത് വേണം സെലക്ട് ചെയ്യാൻ. ഇത് PSC തെറ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നതല്ല. പിന്നെ സിവിൽ സർവീസസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്. വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ശരി ഉത്തരം കാണും. കൂട്ടത്തിൽ തമ്മിൽ ഭേദപ്പെട്ട ഒരു ഉത്തരം, അപ്രോപ്രിയേറ്റ് ഉത്തരം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതേ പാറ്റേണിലാണ് PSC ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ അവർ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റിന് അതായത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, പുതിയ പാറ്റേണിൽ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇതിന്റെ 15ന്റെ ഉത്തരം A ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഇതിന്റെ ഉത്തരം എന്ത് വരും? ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. 3ഉം 4ഉം പരസ്പരം ഓപ്പോസിറ്റ് ആ പറയുന്നത്. ഒന്ന് ചക്ക എന്ന് പറയുന്നെങ്കിൽ മറ്റേത് മാങ്ങ എന്നാ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒന്നിനല്ലേ ശരിയാവാൻ പറ്റത്തുള്ളൂ. വേറൊരു ക്ലൂ ഉണ്ട്. രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കത്തില്ലേ? ഇപ്പോ യെസ്, സി. അപ്പൊ റൈറ്റ് വേ നിങ്ങൾക്ക് എലിമിനേറ്റ് തരാം. സി റൈറ്റ് വേ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇനി ഒരു ഉത്തരം എന്തൊരു നോക്കാം. ഓക്കെ, എന്നിട്ട് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയാ. അപ്പൊ അടിപൊളിയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. നമുക്ക് ഇപ്പം പഠിച്ചാലും പഠിച്ചു തീർക്കാനുള്ള സമയമുണ്ട്. ധൈര്യമായിട്ട് കോൺഫിഡന്റ് ആയിട്ട് തന്നെ പോവാം. ഡിഗ്രി നിലവാരത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഇവിടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇത്രയും കൂടുതൽ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പറയാവുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.